ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റോസ്റ്റാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു കുക്കർ ആണ് വെച്ചിട്ടുള്ളത്. നമുക്ക് കടായിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കാം. കുക്കർ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 6 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം. ഓയിലായാലും കുഴപ്പമില്ല. ഞാനിവിടെ 100 ഗ്രാമുള്ള ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചത്. നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് 3 സവാള, 1/2 ഇഞ്ച് നീളമുള്ള ഒരു ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, 2 പച്ചമുളക് എന്നിവ അരിഞ്ഞതാണ്. നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറണം. പിന്നെ ഈ സവാള ഒന്ന് മീഡിയം ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇവിടെ ട്രാൻസ്പെറൻ്റായി ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഒരുപാടങ്ങ് ബ്രൗൺ ആവണ്ട, ഒരു ബിറ്റർ ടേസ്റ്റ് വരും. നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി. റോസ്റ്റിന് ആയതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി മതി, ഒരുപാട് കൂടി പോകരുത്. പിന്നെ മല്ലിയുടെ ചവ മുന്നോട്ട് നിൽക്കും. അടുത്തത് കാശ്മീരി ചില്ലിയാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. 2 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഇതിൽ നിറച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ചില്ലിയാണുള്ളതെങ്കിൽ അത് ഇടാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എരിവിനനുസരിച്ചിട്ട് ചേർക്കണമെന്ന് മാത്രം. ½ ടീസ്പൂൺ ഗരം മസാല. പൊടികളൊക്കെ ഇടുമ്പോൾ എപ്പോഴും തീ വളരെ കുറച്ച് വെക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. എപ്പോഴും പറയുന്ന പോലെ തന്നെ കുക്കിങ്ങും വീഡിയോ എടുക്കലും എല്ലാം കൂടെ ആയതുകൊണ്ട് എന്തെങ്കിലും അപാകതകളൊക്കെ വരാതിരിക്കില്ല. അതൊക്കെ ക്ഷമിക്കുക. ഇതിന് ഈ പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ച് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വലിയ പീസാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ മുറിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോഴും തീ കുറച്ച് തന്നെയാണ് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നേരത്തെ ഇടുന്നത് ഞാൻ കാണിക്കാൻ വിട്ടുപോയിരുന്നു. ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു.
ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം ഉപ്പില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ നിങ്ങൾ നാടൻ ചിക്കനൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് വേവ് കൂടുതലായിരിക്കും. അതിനനുസരിച്ചിട്ട് ടൈം കൂടുതലെടുത്ത് വേവിക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. തീ ഒരു മീഡിയമിലേക്ക് വെക്കാം. നമുക്ക് മീഡിയം ആക്കിയിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ എന്ന് പറയുന്നത് കപ്പ പുഴുക്കും ചിക്കൻ വരട്ടിയത്. കപ്പ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കൊന്നുകൂടി അടച്ച് വെക്കാം. 5 മിനിറ്റ് ആയിട്ടില്ല. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ചൊരു 10 മിനിറ്റും കൂടി വേവിക്കാം. ഇടയ്ക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതൊരു 2 മിനിറ്റ് തുറന്ന് വെച്ച് വേവിക്കാം. അപ്പോൾ ഒന്നും കൂടി കുറച്ചും കൂടി ഡ്രൈ ആയി കിട്ടും. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് മല്ലിയിലയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ മല്ലിയിലയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു. ബൈ ബൈ.